നമസ്കാരം. ഞാൻ രാഗിണി കുടുംബിനി. കല, കായിക, സാംസ്കാരിക, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന നമ്മളൊന്ന് ചിത്രനേരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അജയൻ പെരുങ്ങോട്ടുകര. അദ്ദേഹം നല്ലൊരു ഗായകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, ഫോട്ടോഗ്രാഫറാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി എൻ്റെ വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, ജീവിതയാത്രയിൽ പാതി വഴിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം അവിടെ തളർന്നിരിക്കാതെ മറ്റുള്ളവർക്ക് പ്രചോദനമെന്നോണം വീണ്ടും കലയിലൂടെ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു പ്രചോദനമാണ്. കാരണം ഒരു പനി വന്നാൽ പോലും എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊക്കെ അജയൻ മാഷ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രചോദനമാണ്. അപ്പോൾ അജയൻ മാഷിനെയും കുടുംബത്തെയും സ്നേഹത്തോടെ ആദരവോടെ നമ്മളൊന്ന് ചിത്രനേരം എന്നീ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പട്ടുതൂവാലയം വാസന തൈലവും അവൾക്കു നൽകാനാ കരുതി ഞാൻ. പട്ടുറുമാല വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതിവൾക്ക്. കടവത്തു തോണിയെടുക്കാൻ, അരിവള കൈ പിടിക്കാൻ, അതു കണ്ടു ലാവ് പോലും ഒതുക്കിയിലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയിലേ. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. അതായത് എൻ്റെ ഒരു 20 വയസ്സിന് മുമ്പുള്ള കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരിക്കും കലാപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഏറ്റവും സംരക്ഷിക്കപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 20 വയസ്സിൽ ഞാൻ സ്വന്തമായിട്ട് സ്റ്റുഡിയോ തുടങ്ങുകയും എൻ്റെ ഒരു പാർട്ട്ണറായിരുന്ന ആളാണ് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു പ്രമോദ് പാപ്പൻ എന്ന് പറഞ്ഞാൽ പ്രമോദ് എന്ന് പറഞ്ഞ കിട്ടി. ഞങ്ങൾ രണ്ടാളും കൂടി ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങി. അതിക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വേറെ എൻ്റെ ഒരു പെങ്ങളുടെ മകൻ ഒരു വത്സല എന്ന് പറഞ്ഞ് 3 ആൾ കൂടിയിട്ടാണ് ഞങ്ങളിവിടെ നാട്ടിൽ കയ്യെഴുത്ത് മാസികകൾ, പിന്നെ നാടകാഭിനയം തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ 20 കൊല്ലം മുമ്പാണ് സജീവമായിട്ടുണ്ടായിരുന്നത്. പറയുകയാണെങ്കിൽ പല ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള MG ഉണ്ണികൃഷ്ണൻ, പിന്നെ രാധാമണി ചേച്ചിയുടെ ഇപ്പം മരിച്ചുപോയി. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ, ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ ഏറ്റവും വലിയ നാടക കലാകാരൻ അദ്ദേഹം പിന്നെ മുഹമ്മദ് അലി ചെറുപ്പറമ്പിൽ, AR തിലകൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള നാടകങ്ങളിലൊക്കെ എനിക്ക് സഹകരിക്കാൻ. ഞാൻ ജൂനിയറാണ്, അന്ന് തീരെ ഒരു പരിശീലനം കിട്ടിയിട്ടുള്ള ഒരാളല്ല. എങ്കിലും അവരൊപ്പം എന്നെയും കൂട്ടാറുണ്ട്. EA രാജേന്ദ്രൻ, മുകേഷിന്റെ ഒക്കെ അളിയൻ, അദ്ദേഹം ഒക്കെ ആയിട്ട് ഞാൻ നാടകം അഭിനയിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ TG രവിയൊക്കെ അവാർഡ് തന്നുള്ള ഒരു ഫംഗ്ഷനിൽ പഴയ കാലത്ത് ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. വിയൂര് അഖില കേരള നാടക മത്സരത്തില് അതിലൊരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് അത് ഞങ്ങളുടെ നാടകത്തിനായിരുന്നു ആദ്യത്തെ ഏകാംഗ നാടക മത്സരമായിരുന്നു. അതിൽ ഞങ്ങൾക്കാണ് അവാർഡ് ഉണ്ടായിരുന്നത്, 1ാം സ്ഥാനം. TG രവി അന്നത്തെ കാലത്ത് നാടക രംഗത്തെ പ്രഗത്ഭനായിരുന്നു, സിനിമയിലേക്ക് പ്രവേശിച്ചില്ല ആ സമയത്തിന്. പിന്നെ ഇത്തരം നാടകങ്ങൾ NN പിള്ളയുടെ, പിന്നെ MT വാസുദേവൻ നായരുടെയൊക്കെ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ ശ്രീരാമ തിയേറ്ററിൽ അന്ന് ടിക്കറ്റൊക്കെ വെച്ച് നടത്തുന്ന ഒരു കാലമാണ് പ്രോഗ്രാം. സിനിമ ടിക്കറ്റൊക്കെ വെക്കണ പോലെ ആൾക്കാർ ക്യൂ നിന്ന് ഹൗസ്ഫുൾ ഷോകളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് നാടകത്തിന്. അത്രമാത്രം നാടകത്തിനോട് ക്രേസ് ഉള്ള ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നാടകങ്ങൾ സംഘടിപ്പിക്കലായിരുന്നു പ്രധാന സംഭവം. അതൊക്കെ 20 വയസ്സിന് മുമ്പാണ് ആലോചിക്കണം. ആ സമയത്ത് ചെറുപ്പക്കാർ അങ്ങനെ സജീവമായിട്ട് ഇത്തരം രംഗത്തൊന്നും പങ്കെടുക്കാത്ത കാലത്ത് NM പിള്ളേരെ വീട്ടിൽ പോയി NB വിന്ധ്യൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ആളും ഞങ്ങളും MG ഉണ്ണികൃഷ്ണൻ അവരൊക്കെ കൂടിയിട്ടുണ്ട് ഒളച്ചയില്. അന്ന് NM പിള്ളേരെ വീട്ടിൽ പോയി നാടകം ബുക്ക് ചെയ്യലും ആളായിട്ട് വിന്ധ്യേട്ടനായുള്ള അടുപ്പത്തിന്റെ പേരിലാണ്. അന്ന് വിജയരാഘവൻ, കുട്ടൻ എന്നൊക്കെ പറയുന്ന ആളുടെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. നിൻമടി മേലെ തല ചായ്ച്ചുറങ്ങ, നിൻമടി മേലെ
തല ചാച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ കൈ നിറയെ എണ്ണ തരാം കവിളിലൊരുമ്മ തരാം കണ്ണൻ കവിളിലൊരുമ്മ തരാം. പിന്നെ പുതിയ സ്റ്റുഡിയോയില് ആലപ്പുഴയില് മത്സരം എന്ന് പറഞ്ഞു ജയനൊക്കെ സിനിമാ നടൻ ജയൻ ഒരു നാടകരംഗത്തുണ്ടായിരുന്നു പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. മത്സരം എന്ന് പറഞ്ഞ ശാരംഗപാണിയുടെ ഒരു ട്രൂപ്പ്, അതിൽ അന്ന് ദൗർഭാഗ്യവശാൽ ഞങ്ങളുടെ തൃപ്രയാർ സെന്ററിൽ അന്ന് ജയൻ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിന് പകരക്കാരൻ വേറെ ആളായിരുന്നു. പക്ഷെ അന്നൊക്കെ ജയൻ നാടകത്തിൽ അഭിനയിച്ചിരുന്നു ഇടയ്ക്കൊക്കെ. ശാരംഗപാണി ആലപ്പുഴ തിരക്കഥാകൃത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആ സമയത്തൊക്കെ സജീവമായിട്ട് നാടകങ്ങൾ സംഘടിപ്പിക്കുക. പിന്നെ അന്ന് അതിലൊന്നും നമ്മൾ അഭിനയം ഉണ്ടായിരുന്നില്ല അതൊക്കെ. പക്ഷെ നാടക സംഘാടനത്തിന്റെ ഒരു ഇതായിരുന്നു. അതിന് ശേഷം ഇടയിൽ ആണ് ഈ അമേച്ചർ നാടകങ്ങളിലൊക്കെ മത്സര നാടകങ്ങൾ. പിന്നെ നമ്മളിപ്പോ ഉത്സവങ്ങളിലൊക്കെ സംഘടിപ്പിക്കുന്ന സോമശേഖര അമ്പലം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന അമ്പലങ്ങളിൽ, പിന്നെ നാട്ടിക SNDP ഹാളിലൊക്കെ അന്ന് അവിടെയൊക്കെ നടന്നിരുന്ന നാടകങ്ങളിലൊക്കെയാണ് അന്ന് ഒരു ജൂനിയർ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അന്ന് ഞാനായിരുന്നു. ഇവരൊക്കെ ആയിട്ട് സഹകരിച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഒക്കെ 20 വയസ്സിന് ശേഷം പിന്നീട് എൻ്റെ മേഖല ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആയതോടുകൂടി നമ്മൾ നമ്മുടെ തൊഴിൽ രംഗത്തേക്ക് മാറിയ കാരണം ഒരർത്ഥത്തിൽ നമ്മുടെ ആ കലാജീവിതം മിക്കവാറും അവിടെ തന്നെ അവസാനിച്ചു എന്ന് പറഞ്ഞു. മകള് ബിടെക് കഴിഞ്ഞിട്ട് അത്യാവശ്യം പാട്ട് പാടും. മറ്റ് കലാപ്രവർത്തനങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഇവിടെ +2 വരെ മൂപ്പര് സജീവമായിട്ട് അവിടെ സ്കൂളിലൊക്കെ അത്യാവശ്യം ചെയ്തിരുന്നു. +2 കഴിഞ്ഞ് ബിടെക് ആയപ്പോ പിന്നെ പഠനത്തിന്റെ ഒരു ഭാരം, അപ്പോ ഇത്തരം കലാ താല്പര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചു. മറ്റത് സജീവമായിട്ട് കോളേജിലെ പരിപാടികളിലൊക്കെ SLCക്കൊക്കെ പഠിക്കുമ്പോ അവിടെ നല്ല രീതിയിൽ മാറ്റി വെച്ചിട്ടൊന്നുമില്ല, പങ്കെടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ അവിടെ കോമ്പറ്റീഷൻസ്. കോളേജിൽ അങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്നു, അങ്ങനെ കലാ പരിപാടികൾ കുറവായിരുന്നു. വിദ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ യൂത്ത് ഹോസ്റ്റല് മാത്രം ഉണ്ടാവാറുണ്ടാവും, അതിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെ അങ്ങനെ ഇല്ല. തലക്കോട്ട് വരെ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്. അതുകൊണ്ടാണ് കൂടുതലും +2 കഴിഞ്ഞപ്പോ കല കുറച്ച് മാറ്റി വെക്കേണ്ടി വന്നത് അല്ലേ? പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള അനുഭവങ്ങൾ? കൊറോണക്കാലം നമ്മളെ കുറെ കുഴപ്പിച്ചില്ലേ? കൊറോണ എല്ലാവരും പോലെ നമുക്ക് എന്താ പറയാ, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത. ഞാൻ കൊറോണ സമയത്ത് എന്റെ കാല് മുറിക്കപ്പെട്ടിട്ട് വീട്ടില് വിശ്രമത്തിലായിരുന്നു. കാല് ഒരു 5 കൊല്ലം മുമ്പ്, കഴിഞ്ഞ ഒരു ഡിസംബറിലാണ്, 5 കൊല്ലം മുമ്പുള്ള ഒരു ഡിസംബറിലാണ് കടുത്ത ഷുഗർ ബാധിതനായിട്ട് വിരലാദ്യം മുറിച്ചു, പിന്നീട് പാദം മൊത്തം മുറിച്ചു, പിന്നെ ഗ്രാജുവലായിട്ട് കാലിന്റെ വലത്തെ കാല് മുട്ടിന് താഴെ മുറിക്കപ്പെട്ടുള്ള അവസ്ഥയാണ്. പഴയ ഫോട്ടോഗ്രാഫറായിരുന്നു, വീഡിയോഗ്രാഫറൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഓടി നടന്നിരുന്ന ഒരാള് ഒരു പ്രത്യേക ഒരവസ്ഥയിൽ മുറിക്കപ്പെട്ട ഒരു വിശ്രമ ജീവിതത്തിലായിരുന്നു പറയാം. അതുകൊണ്ട് കൊറോണ തന്നെ ആ രീതിയിൽ ഒരു മൊബിലിറ്റി നിലയ്ക്ക് ബാധിച്ചിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ ഒരു വിശ്രമ ജീവിതത്തിലായിരുന്നു. അങ്ങനെ അധികം യാത്രകളൊന്നും ഇല്ലാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിപ്പോ കാരണം ഇപ്പൊ പക്ഷെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പിൻബലം കൊണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി, അപ്പൊ അതിലിങ്ങനെ പങ്കെടുത്ത് കുറച്ചും കൂടി സജീവമായി എന്ന് പറയപ്പോ ചെയ്തു. വൈകല്യം നമ്മൾക്ക് മറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതായത് നമ്മുടെ ഈ ഒരു അവസ്ഥ മാറാൻ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ അതെ, അതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ചെയ്യുന്നില്ല. പക്ഷെ കുറച്ചു മുമ്പ് ചെയ്തിരുന്നു. കോവിഡിന് ശേഷമുള്ള കാലത്ത് ശരിക്കും സജീവമായിട്ട് കുറെ പലരും, വിദ്യാധരൻ മാഷ്, റഫീഖ് അഹമ്മദ്, TG രവി തുടങ്ങിയുള്ള ഒരു അത്യാവശ്യം മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊക്കെ
ഇന്റർവ്യൂ ചെയ്യാനും പിന്നെ ആ ഇടപെടലുകളും പിന്നെ യാത്രകളൊക്കെ നമ്മളെ കുറച്ചും കൂടി സജീവമായി മാനസികമായിട്ട് മാനസികമായിട്ട് നമ്മളെ ഒരു പഴയ ലെവലിലേക്ക് അത്രയ്ക്ക് ഇല്ലെങ്കിലും ഉണ്ടാവില്ല. നമ്മൾ ഓടി നടന്നത് നല്ലത് ഏറ്റവും വലിയ ദുഃഖം എന്ന് വെച്ചാൽ ഒരു വീഡിയോഗ്രാഫറൊക്കെ ആയിരുന്നു. പഴയ കാലത്ത് അത്യാവശ്യം ചാനലുകൾക്ക് വേണ്ടിയൊക്കെ ചെറിയ മെയിൻ ചാനലുകൾക്കല്ല എന്നാലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇതുള്ള ആളാണ്. ഒരു 35 കൊല്ലത്തോളം ഫോട്ടോ സ്റ്റുഡിയോ സജീവമായി നടത്തിയിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഓടി നടന്നിരുന്ന ഒരാള് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാൽമുറിക്കപ്പെട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമ്പോ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അതിപ്പോ ഏകദേശം ചോദിച്ചാൽ അറിയാം. ഈ കലയല്ലാണ്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്? എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ഫോട്ടോഗ്രാഫി, സിനിമയായിരുന്നു പഴയ കാലത്ത് ഏറ്റവും വലിയ താല്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രമോദ് എന്ന് പറഞ്ഞ നമ്മുടെ പാർട്ണർ, അന്ന് ഞങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ അന്ന് NJ വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഫേമസ് ഫോട്ടോഗ്രാഫറുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിയോടുള്ള കമ്പം കൊണ്ട് ഞങ്ങൾ ഇന്നൊരു ഒളിമ്പസ് പെൻ എന്ന് പറഞ്ഞൊരു ക്യാമറയുണ്ട്. അതൊരു 78 ഫിലിം എടുക്കാം. എന്നിട്ട് അതിനുശേഷം 36 ഫിലിമൊക്കെ ഒരു റോൾ ഫിലിമിലുണ്ടാവും. അതിൽ നമ്മൾ ഈ വില്യംസിനെ അനുകരിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോഗ്രാഫി എടുത്തിട്ട് ഞാനും പ്രമോദനും കൂടി സ്വന്തമായിട്ട് ആരെയും ശിക്ഷപ്പെടാതെ സ്വന്തമായി ഒരു സ്റ്റുഡിയോ തുടങ്ങി. അന്നത്തെ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാലമാണ്. കളറൊക്കെ അതിന് തുടങ്ങണുള്ളൂ. അപ്പോൾ കെമിസ്ട്രി അറിയണം, ആർട്ടിസ്റ്റ് ആവണം, ഒരു ഫിസിഷ്യൻ കൂടി ആവണം. അതും 3 കൂടിയ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയാം. അപ്പൊ അത് സ്വന്തമായിട്ട് കെമിസ്ട്രി അറിയാന്ന് വെച്ചാൽ ഈ കെമിക്കലൊക്കെ കൂട്ടിയിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യുക ഒരു ഡാർക്ക് റൂമിൽ. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നുമില്ല, ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അന്നത്തെ സമയത്ത് അതിന് നല്ല സ്കില്ല് ആവശ്യമുള്ള ഒരു തൊഴിലായിരുന്നു. അത് ഈ 20 വയസ്സിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് വേറെ സ്റ്റുഡിയോകളൊക്കെ പോയി കണ്ട് പഠിച്ചിട്ടുള്ള രീതിയിൽ സ്വന്തം പരീക്ഷണം നടത്തി കുറെ വേസ്റ്റ് ഒക്കെ ചെയ്ത് ആണ് ഫോട്ടോഗ്രാഫി ഒരു ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങി വിജയകരമായി. ആ സമയത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫോട്ടോ സ്റ്റുഡിയോ ആയിരുന്നു ദൃശ്യ സ്റ്റുഡിയോ എന്ന് പറഞ്ഞത്. എൻ്റെ ദൃശ്യ സ്റ്റുഡിയോ, ദൃശ്യ അജയൻ എന്നാണ് മിക്കവാറും എന്നെ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഏറ്റവും കൂടുതൽ അറിയപ്പെടുക. വിവാഹശേഷം കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വിവാഹശേഷം ഭാര്യ അത്യാവശ്യം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാള MA PhD ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു. B.Ed ഒക്കെ കഴിഞ്ഞൊരു ടീച്ചറായിരുന്നു. അപ്പൊ അത്യാവശ്യം ഒരു ഔട്ട്ലുക്ക് ഉള്ള ആളായതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊന്നും നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. പ്രോത്സാഹനം തന്നെയായിരുന്നു. മക്കളും അച്ഛന്റെ വഴിയിലേക്ക് വന്നു എന്ന് പറയാം. മകനാണ്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം വേണമെങ്കിൽ സിനിമാ താല്പര്യത്തിനെ ഫുൾഫിൽ ചെയ്ത് വേണമെങ്കിൽ മകനെ കൂടെ എന്ന് പറയാം. അവൻ ഒരു SRM യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ചെന്നൈയിൽ നിന്ന് ഒരു ഫിലിം ടെക്നോളജിയിൽ BSc ഡിഗ്രി എടുത്തിട്ട് ഇപ്പോൾ ചീഫ് അസോസിയേറ്റ് ക്യാമറമാനായി ഇപ്പൊ പല സിനിമകളിലും സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവന്റെ പേര് മാധവ് ഘോഷ്. അവൻ ലൂസിഫറിലെ ഈ ഡ്രോണൊക്കെ ചെയ്തിട്ടുള്ള സംഭവം തുടക്കത്തിൽ ചെയ്തു. പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങൾ, ഓട്ടർഷ, പിന്നെ ഒരുപാട് പടങ്ങൾ ഓർമ്മയിൽ വരുന്നില്ല, ഒരുപാട് പടങ്ങൾ. പിന്നെ ഒരു ഹിന്ദി പടം സർക്കസ് എന്ന് പറഞ്ഞിട്ട് രൺബീർ കപൂറിന്റെ, അത് ആ കോവിഡ് സമയത്താകുമ്പോ അവിടെ താമസിച്ച് ചെയ്ത സംഭവം. സ്ഥിരം ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ കലാപരിപാടി എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രധാന ഒരു സമയം കളയുന്ന പറയാൻ പറ്റില്ല. ഒരു ഗൗരവമായിട്ട് തന്നെ MLG എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ലവേഴ്സ് ഗ്രൂപ്പ്. ഞാനും പാടാൻ തുടങ്ങി. അത്യാവശ്യം ഇപ്പൊ ഇങ്ങനെ പാടാവുന്ന ഒരു പ്രസന്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പാട്ടൊക്കെ പാടാവുന്ന രീതിയിൽ നമുക്ക് ആ മാനസികമായിട്ടുള്ള സ്ട്രെസ് ഭയങ്കരമായിട്ട് അത് കാരണം അത് കുറയാൻ തുടങ്ങി. അച്ഛന് ഞാൻ എത്ര പാടിയാലും അത് തൃപ്തിയാവില്ല. എത്ര നന്നായി പാടിയാലും അച്ഛൻ പറയും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.